96 മിനിറ്റ്സ് കഴിഞ്ഞ വർഷത്തെ അതായത് 2025 തായ്വാനിലെ ഏറ്റവും അധികം പണം വാരിയ പടങ്ങളിലൊന്നാണ്. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. സു സ്വാൻ ഹങ് സംവിധാനം ചെയ്ത് ഓസ്റ്റിൻ ലിൻ നായകനായിട്ട് വന്ന ഈ ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. 2 ട്രെയിനിൽ ഒരേ സമയം ബോംബ് വെച്ചിരിക്കുന്നു. അതിലൊന്നു മാത്രമേ നിർവീര്യമാക്കാൻ പറ്റുകയുള്ളൂ. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് 96 മിനിറ്റ്സ് എന്ന സിനിമ പറയുന്നത്. ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് മെലോ ഡ്രാമ കൂടിപ്പോയി എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് 96 മിനിറ്റ്സ്. അതിഗംഭീരമെന്നോ വാവ് എന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത്ര കിടലിനൊന്നും അല്ല എങ്കിലും കുഴപ്പമില്ല. ഒരു ഡീസന്റ് വാച്ച്. പഴയ സ്പീഡ്, അതുപോലെ ബുള്ളറ്റ് ട്രെയിൻ, നോൺ സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള പല സിനിമകൾ ഇതിന്റെ പ്രമേയം കൊണ്ട് നമുക്ക് ഓർമ്മയിൽ വരുമെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആണ് ഈ സിനിമ. നല്ല രീതിയിലാണ് പടം തുടങ്ങിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും ഒക്കെ അപ്പോൾ തോന്നി. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ പടത്തിന്റെ ത്രില്ല് കുറച്ചിങ്ങനെ കുറഞ്ഞു വരുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. എങ്കിലും ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോൾ കുഴപ്പമില്ലാതായിട്ട് മാറി. ഇവർ കൂടുതലും ഇമോഷണൽ പോർഷൻസിനാണ് പ്രാധാന്യം കൊടുത്തതെന്ന് തോന്നുന്നു. ഈ ബോംബ് ഭീഷണിയുടെ ഒപ്പം തന്നെ മനുഷ്യത്വത്തിനുള്ള ഒരു ഭീഷണി കൂടിയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാം. പടം അങ്ങനെ ബോറടിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പെർഫോമൻസിൽ നായകൻ എയറൻ എന്ന കഥാപാത്രമായിട്ട് വരുന്നത് ഓസ്റ്റിൻ ലിൻ ആണ്. നല്ല പ്രകടനമാണ്. ഇമോഷണൽ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ പാർട്ട്ണറായിട്ട് വരുന്ന വിവിയൻ സങ്ങും നമ്മുടെ ആന്യ ടൈലർ ജോയിയെ പോലെയൊക്കെ ഒരു ചായ കാച്ചൽ ഫീൽ ചെയ്തായിരുന്നു. പുള്ളിക്കാരി നൈസായിരുന്നു. പിന്നെ മറ്റേ സുപ്പീരിയർ ക്യാരക്ടറായിട്ട് വന്ന ലീലി സെൻ, പിന്നെ നായകന്റെ അമ്മ കഥാപാത്രം, എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സിനിമയുടെ ക്യാമറ, എഡിറ്റിംഗ്, കളർ ടോൺ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ഒക്കെ നീറ്റ് ആണ്. പക്ഷെ ടെക്നിക്കലി അത്രയും സ്ട്രോങ് ആയിട്ട് പടം തോന്നിയില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ഈ VFX തുടക്കത്തിലെ ചിലയിടങ്ങളിലൊക്കെ നൈസാണ്, പക്ഷെ ചിലയിടങ്ങളിൽ അത്ര പോരാ എന്നാണ് തോന്നിയത്. അതുകൊണ്ട് പിന്നെ പടത്തിന്റെ ലെങ്ത്തും കുറച്ച് കൂടുതലാണ്. പേര് പോലെ ഒരു 96 മിനിറ്റ്സ് കൊണ്ട് റൺ ടൈമും തീർക്കാമായിരുന്നു എന്ന് തോന്നി. ഇതിപ്പോ കഥയിൽ കൗണ്ട് ഡൗൺ 5 മിനിറ്റ് മാത്രം ബാക്കി കാണിക്കുമ്പോഴും പടം പിന്നെയും ഒരു 40-45 മിനിറ്റ് വീണ്ടും നീണ്ടു കിടപ്പുണ്ട്. പടം ഇമോഷണലി കണക്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇമോഷൻസ് കൺവേ ആകുന്നുണ്ട്. എങ്കിലും ചിലയിടങ്ങളിൽ കുറച്ച് ഓവറായി പോയതുപോലെയാണ് ഫീൽ ചെയ്തത്. ക്യാരക്ടേഴ്സ് മിക്കതും കുറച്ച് സെൽഫിഷ് ആണ് എന്നുള്ളത് കൊണ്ടോ എന്തോ ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പടത്തിന് കുറയുന്നതിനത് കാരണമാകുന്നുണ്ട്. പിന്നെ ഈ രക്ഷിക്കാൻ വരുന്നവനെ വില്ലനാക്കിയിട്ട് യഥാർത്ഥത്തിലുള്ള വില്ലനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പോലെയും ഫീൽ ചെയ്തു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്ത് തേങ്ങ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതൊക്കെ ന്യായീകരിക്കാനായിട്ട് ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും അത്ര ഇഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഇത്തരത്തിലുള്ള സിനിമകളിലെ സ്ഥിരം ക്ലീഷകൾ പലതും ഈ പടത്തിലും ഉണ്ട്. കുറച്ച് കത്തിയും ഉണ്ട്. ആൻഡ് ത്രില്ലർ ഫിലിം എന്ന രീതിയിൽ വന്നിട്ട് ത്രില്ലിംഗ് കുറവായതുപോലെയും തോന്നി. സോ മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത ഒരു സിനിമയാണ്. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടമാണ്. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസന്റ് ത്രില്ലർ ആണെന്ന് പറയാം 96 മിനിറ്റ്സ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പടത്തിലുണ്ട് തന്നെ. സോ ഒരു റേറ്റിംഗ് ഒക്കെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പടം നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണാം. 1 മണിക്കൂർ 55 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. മാൻഡറിനിലെ ഗ്യുയു ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഡബ്ബിംഗ് അവൈലബിൾ ആണ്. പക്ഷെ ഇന്ത്യൻ ഭാഷയിൽ ഹിന്ദി, തമിഴ് അങ്ങനെയൊന്നും ഡബ്ബിംഗ് അവൈലബിൾ അല്ല. പടം 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.